തത്വങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഏക സിവിൽ കോഡ് യഥാർത്ഥത്തിൽ എന്നേ നടപ്പിലാക്കേണ്ട സമയമായി. ഒരു രാജ്യം ഒരു ജനത എന്നാണ് എൻ്റെ അർത്ഥം. ഇപ്പോൾ ഏകീകൃത സിവിൽ കോഡ് വരികയാണെങ്കിൽ പലരും പറയുന്നത് പോലെ ഇന്നാരും അതിനെ അനുകൂലിക്കാനില്ലല്ലോ. നിങ്ങളുടെ ആചാരാനുഷ്ഠാനങ്ങളിലും മറ്റു കാര്യങ്ങളിലൊക്കെ ഇടപെടൽ നടത്തും, എല്ലാം ഒരേപോലെയാക്കും. മുസ്ലിങ്ങളെ അടക്കുന്നതുമാണ്, ഹിന്ദുക്കളെ അടക്കേണ്ടി വരും. മുസ്ലിങ്ങൾ വിവാഹം കഴിക്കുന്നതാണ്, ഹിന്ദുക്കൾ കഴിക്കേണ്ടി വരും. എല്ലാവർക്കും ഒരു നിയമം, അത് ശരിയല്ല. ബഹുസ്വരത വേണം, പ്ലൂറാലിറ്റി വേണം എന്നൊക്കെയാണ് എതിരെ പറയുന്നത്. ഇതെല്ലാം തട്ടിപ്പാണ്. കാരണം ഏകീകൃത സിവിൽ കോഡ് നിങ്ങളുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഒരേപോലെ ആക്കണമെന്ന് പറയുന്ന ഒരു സംഭവമല്ല. നിങ്ങൾക്ക് എങ്ങനെ വിവാഹം കഴിക്കണം, എങ്ങനെ ശവം അടക്കണം, എങ്ങനെ കുട്ടിയെ കുളിപ്പിക്കണം, എങ്ങനെ ജീവിക്കണം, എന്തൊക്കെ വായിക്കണം, എന്തൊക്കെ വിശ്വസിക്കണം എന്നുള്ള കാര്യത്തിലൊന്നും ഏകീകൃത സിവിൽ കോഡ് യാതൊരു രീതിയിലുള്ള ഇടപെടലും നടത്തുന്നില്ല. അങ്ങനെ നടത്തുന്നു വരുത്തി തീർക്കണം. ബഹുസ്വരതയ്ക്കോ ഡൈവേഴ്സിറ്റിക്കോ എതിരെയായിട്ട് ഏകീകൃത സിവിൽ കോഡിലൊന്നുമില്ല. ആകെ പറയുന്നത് ഒരു മനുഷ്യനും വേറൊരു മനുഷ്യനുമുള്ള അവകാശാധികാരങ്ങൾ തുല്യമായിരിക്കണം എന്നാണ്. അവൻ ഏത് ജാതിയോ മതമോ